ജില്ലയിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത് 36,090 വിദ്യാർത്ഥികൾ. ആദ്യ ദിനം മലയാളം, സംസ്കൃതം, ഉറുദു തുടങ്ങിയ ഒന്നാം പേപ്പർ പരീക്ഷകളാണ് നടന്നത്. വീണ്ടും ഒരു പരീക്ഷാകാലം കൂടി അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങിയും പ്രാർത്ഥിച്ച ശേഷവുമാണ് SSLC പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികളെത്തിയത്. ജില്ലയിലെ 258 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 36,090 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. 15,300 പേർ. തൃശൂരിൽ നിന്ന് 9,943 വിദ്യാർത്ഥികളും ഇരിങ്ങാലക്കുടയിൽ നിന്ന് 10,846 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നു. ആദ്യ ദിനം നടന്ന മലയാളം, സംസ്കൃതം, ഉറുദു തുടങ്ങിയ ഒന്നാം പേപ്പറുകൾ എളുപ്പമായിരുന്നുവെന്നാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രതികരണം. സംസ്കൃതം എളുപ്പം, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. A+ കിട്ടുമെന്ന് വിചാരിക്കണം. A+ എടുത്ത് വിചാരിക്കാം. നന്നായി എഴുതിയിട്ടുണ്ട്. സമയം കിട്ടി. എളുപ്പമായിരുന്നു. കുഴപ്പമില്ല, നന്നായി എഴുതാൻ പറ്റി. ഇത്രയും A+ ഉണ്ടെന്ന് വിചാരിക്കാം. മലയാളം ഫസ്റ്റ് എക്സാം ഈസി ആയിരുന്നു, എളുപ്പമായിരുന്നു. എല്ലാ ചോദ്യങ്ങളും നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ. അത്യാവശ്യത്തിൽ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത കണ്ടന്റൊക്കെ വെച്ചിട്ട് എഴുതിയ മെയിൻ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അന്തരീക്ഷ താപനില ഉയർന്നതിനാൽ ഇത്തവണ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയാണ് SSLC പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആദ്യ ദിനം ഭാഷാ പേപ്പറുകളായതിനാൽ രാവിലെ 11:15 പരീക്ഷകൾ കഴിഞ്ഞു. 1.5 മണിക്കൂർ സമയം മാത്രം ലഭിച്ചതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്നായിരുന്നു ചില വിദ്യാർത്ഥികളുടെ പരാതി. സമയത്തിൻ്റെ കുറച്ച് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ കുഴപ്പമായിരിക്കാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടെൻഷനൊന്നും ഇല്ലാണ്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. എഴുതാൻ സമയം കിട്ടിയില്ല, പിന്നെ 2 ക്വസ്റ്റ്യനൊക്കെ വിട്ടു. 6 മാർക്കിൻ്റെ ആയിരുന്നു. ടൈം കിട്ടിയില്ല, കുറച്ചൊക്കെ എഴുതി. എളുപ്പമുണ്ടായിരുന്നു. ടൈമൊക്കെ കിട്ടി. സംസ്കൃതമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. എളുപ്പമായിരുന്നു, നല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു. സംസ്കൃതമായിരുന്നു ഇത്, എളുപ്പമായിരുന്നു. അതേസമയം SSLC പരീക്ഷ എഴുതിയതിന്റെ ആകാംക്ഷയിലും ആവേശത്തിലുമായിരുന്നു ചിലർ. ഇന്ന് മലയാളം എക്സാം ആയിരുന്നു, നല്ലോണം എഴുതാൻ പറ്റി. പാവൻ ടീച്ചറായിരുന്നു, കുഴപ്പമില്ല. അഡീഷണൽ ഇതൊക്കെ അത്യാവശ്യം കിട്ടി. എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു, പിന്നെ ചെറിയ ടഫ് ഉണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമുണ്ടായിരുന്നില്ല, സമയം തികഞ്ഞില്ല. പിന്നെ കുറേ ഒക്കെ പേടി. SSLC ആദ്യമായിട്ടല്ല എഴുതണം, അതിൻ്റെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പരീക്ഷ അതേപോലെ തന്നെ എളുപ്പമായിരുന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത്, സിമ്പിളായിട്ട് എഴുതാവുന്ന രീതിയിൽ. നന്നായിട്ടുണ്ടായിരുന്നു, എളുപ്പമായിരുന്നു, കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. സംസ്കൃതം ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിരുന്നു, പെട്ടെന്ന് എഴുതാനും പറ്റി, പഠിച്ചൊക്കെ വരികയും ചെയ്തു. കുംഭഭരണിയായതിനാൽ ചൊവ്വാഴ്ച പരീക്ഷയില്ല. ബുധനാഴ്ച ഇംഗ്ലീഷ് പരീക്ഷ നടക്കും. ഉയരുന്ന വേനൽ ചൂടിനൊപ്പം പരീക്ഷാ ചൂടിലുമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. SSLC, +2, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി +1 പരീക്ഷകൾ ഈ മാസം 6-ന് ആരംഭിക്കും. ക്യാമറമാരായ പ്രവീണിനും ആഷിഖ് വേലൂരിനുമൊപ്പം ശ്രീകേഷ് വള്ളാനികര, TCV ന്യൂസ്.